രാധേ, നിനക്ക് ഇത്രയും വൈരാഗ്യം പാടില്ല. എനിക്ക് വൈരാഗ്യമല്ല, പകയാ, പക. എടി, തെറ്റുകൾ പറ്റാത്ത മനുഷ്യരിലടി. അവരോട് ക്ഷമിക്കാൻ കഴിയുമ്പോഴാ മനുഷ്യൻ വലിയവരാകുന്നത്. എനിക്ക് അങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല. മമ്മി നന്നായിട്ട് കുക്ക് ചെയ്യോ? പിന്നെ അമ്മയ്ക്ക് കുക്കിംഗ് ഒരു പാഷനാ. ഓ, മമ്മിക്ക് കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ എനിക്കും പഠിക്കാമല്ലോ. അതിനെന്താ? എനിക്ക് കുക്കിംഗ് വലിയ ഇഷ്ടമാ, പക്ഷെ അറിയില്ല. ഓ, എനിക്ക് 2:30-ക്കുള്ള ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോകേണ്ടതാ. പെൺകുട്ടിക്ക് ചെറുക്കൻ ഇഷ്ടമായി കഴിഞ്ഞു. ആ സ്ഥിതിക്ക് ഇനി മറ്റു കാര്യങ്ങൾ ആലോചിക്കണ്ടേ? രാജു ഇതിനെന്താ മറുപടിയൊന്നും പറയാതിരിക്കുന്നത്? ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്താ ആലോചിക്കാനാ? കല്യാണം നടത്താനുള്ള മുഹൂർത്തം എത്രയും പെട്ടെന്ന് കുറിപ്പിക്കാം. എത്രയും പെട്ടെന്ന് ഈ കല്യാണം ഒന്ന് നടക്കണേ എന്റെ ഭഗവാനെ. അവളെ താലിമാലയും കഴുത്തിലിട്ടോണ്ട് നടക്കുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. അല്ല, ഇടയ്ക്ക് പെണ്ണ് വീട് കാണാൻ ഞങ്ങൾ അങ്ങോട്ടൊന്ന് വരണ്ടേ? അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറിയിച്ചാ മതി, ഞങ്ങൾ റെഡിയാ. പിന്നെ ഒരു ദിവസം മുന്നേ അറിയിക്കണം. എനിക്ക് ഡൽഹിയിൽ നിന്ന് വരണ്ടേ? അറിയിക്കാം. വേണോട്ട് എന്തോന്നും മിണ്ടാതിരിക്കുന്നേ? പ്രത്യേകിച്ചൊന്നുമില്ല സാർ. അച്ഛൻ പണ്ട് മുതലേ അങ്ങനെയാ. വർത്താനം പറയുന്ന കാര്യത്തില് വലിയ പിശുക്കനാ. ഞാൻ പിശുക്കനാണോടി? ശരിയാക്കി തരാം. ഋതുമോളെയും രാജുവിനെയും ഞാൻ ഒരുമിപ്പിക്കും. എന്നാ പിന്നെ ഞങ്ങളിങ്ങോട്ട് ഇറങ്ങട്ടെ. എന്നാ ശരി. രാജു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം. ഫോൺ എടുത്തേക്കണം കേട്ടോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി. ശരി, എന്നാ കേറ്. എന്നാ ശരി. അമ്മേ, പോയിട്ട് വരാം. ശരി മോളെ. മോനെ, നീ വിഷമിക്കണ്ട. ഉണ്ണികളെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞ. അച്ഛന്റെ മകന്റെ മനസ്സിലിരിപ്പ് ഞങ്ങൾക്ക് പിടികിട്ടി. അപ്പോ നായകനും നായകന്റെ അച്ഛനും ഈ കല്യാണത്തിന് എതിരാണ്. അങ്ങനെ വരട്ടെ. നിങ്ങൾ അവരോട് പെരുമാറിയ പെരുമാറ്റം കണ്ടാലറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ കാര്യത്തിൽ താല്പര്യമില്ലെന്ന്. എടാ, നീ ഒരു കാര്യം കരുതിക്കോ, അത് മനസ്സിലങ്ങ് ഉറപ്പിച്ചോ. ആ പെണ്ണിനെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കണ്ട. ആ ഋതികെ, അവളെ തിരിച്ചു വിളിക്കാൻ ഈ ജന്മത്തിൽ ഞാൻ സമ്മതിക്കില്ല. അത് നടക്കില്ല. അങ്ങനെ തന്നെ വേണം. അത് കലക്കി. അവളെ സ്വപ്നം കണ്ട് എന്റെ മോൻ ഇരുന്നാലേ അത് വെറും സ്വപ്നമായിട്ട് മാത്രം അവശേഷിക്കും. അതൊന്നും യാഥാർത്ഥ്യമാവാൻ പോകുന്നില്ല. രാധേ, നിനക്ക് ഇത്രയും വൈരാഗ്യം പാടില്ല. എനിക്ക് വൈരാഗ്യമല്ല, പകയാ, പക. എടി, തെറ്റുകൾ പറ്റാത്ത മനുഷ്യരിലടി. അവരോട് ക്ഷമിക്കാൻ കഴിയുമ്പോഴാ
മനുഷ്യൻ വലിയവരാകുന്നത്. എനിക്ക് അങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല. ഈ വീട്ടിൽ വെച്ച ആ അംബിക ചോദിച്ചത് അച്ഛനെ വേണോ ഭർത്താവിനെ വേണോന്ന്. അച്ഛനെ മതിയെന്നാ അവള് പറഞ്ഞ്. ആ ഋതിക ജീവിതകാലം മുഴുവൻ രക്ഷകനായി നടന്ന ഇവന് ഒരു നിമിഷം കൊണ്ട് അവള് തള്ളി പറഞ്ഞു. കറിവേപ്പില എടുത്ത് കളയുന്നത് പോലെ പുറത്തേക്ക് കളഞ്ഞു. അന്ന് മുതൽ ഞാൻ അവളെ വെറുത്തു തുടങ്ങിയതാ. അവളെക്കുറിച്ച് കേൾക്കുന്ന തന്നെ എനിക്ക് ഭ്രാന്ത. അമ്മ അവളുടെ പേര് കേട്ടാലേ ഒപ്പം കലി തുള്ളാൻ തുടങ്ങും. എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ നിങ്ങളൊക്കെ മനസ്സിലാക്കുമെന്ന് കരുതിയ ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് അവസാനമായി ഒരിക്കൽ കൂടി എന്റെ മകനോട് ഞാൻ പറയുക, ഇപ്പൊ ആലോചിച്ച കല്യാണം നടക്കണം. അത് ഞാൻ നടത്തിക്കും. വാടി. പണിയില്ലാത്തപ്പോ ഇങ്ങോട്ട് പോരെ. നല്ല പണി ഞാൻ തരാം. ഇനി വരുമ്പോഴേ കുറച്ച് ഷൂ തരാം. അതൊന്ന് വൃത്തിയാക്കി പോളിഷ് ചെയ്ത് വയ്ക്കണം. ഡീ, നിനക്ക് കാശൊന്നും വേണ്ടേ? ദാ വാങ്ങിച്ചോ. പണി ചെയ്താ കൂലി കൊടുക്കണം, അതാർക്കായാലും. ചെല്ല്. എന്തായാലും ഋതുവിനോട് സംസാരിക്കണം. അതിനെ നീട്ടിവെക്കാൻ പാടില്ല.